Good morning, students. At the discuss the transformation W equal to sin Z. ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് യു വിയും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഇത് ഇസിന്റെ പ്ലെയിൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഇസിന്റെ പ്ലെയിൻ. ഇസിന്റെ പ്ലെയിനിൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഇസിന്റെ പ്ലെയിൻ ആണ്. ഇത് ഡബ്ല്യു പ്ലെയിൻ. Therefore ഇത് യു, ഇത് വി, ഇത് ഡബ്ല്യു പ്ലെയിൻ. അപ്പൊ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് യു, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് വി. അപ്പൊ ഡബ്ല്യു ഈസ് ഈക്വൽ ടു സൈൻ ഇസെഡ്. ഇസെഡിന് വരെ എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കാം. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പൊ സൈൻ എക്സ് കോസ് ഐ വൈ പ്ലസ് കോസ് എക്സ് സൈൻ ഐ വൈ. ഇനി സൈൻ എക്സ് ഇൻറ്റു കോസ് ഐ വൈക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? കോസ് ഐ വൈ എന്ന് പറഞ്ഞാൽ കോസ് എച്ച് വൈ ആണ്. പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഈ കോസ് എക്സ് ഇൻറ്റു സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ ഐ സൈൻ എച്ച് വൈ എന്നാണ്. ഐ സൈൻ എച്ച് വൈ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു കോസ് എക്സ് സൈൻ എച്ച് വൈ എന്ന് വരും. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണ്. അപ്പൊ അത് ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് യു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് സൈൻ എക്സ് കോസ് എച്ച് വൈ വരും. അതുപോലെ വി ഈക്വൽ ടു എന്ത് വരും? കോസ് എക്സ് സൈൻ എച്ച് വൈ വരും. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഇത് രണ്ട് കണ്ടുപിടിക്കുന്നു. യു ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ, വി ഇസ് ഈക്വൽ ടു കോസ് എക്സ് സൈൻ എച്ച് വൈ. ഇത് രണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു വെക്കുക. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ മനസ്സിലായല്ലോ. സൈൻ എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ ആണ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. കോസ് ഐ വൈ എന്ന് പറഞ്ഞാൽ കോസ് എച്ച് വൈ ആണ്. സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ ഐ സൈൻ എച്ച് വൈ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോസ് എച്ച് വൈ ഇവിടെ എഴുതുന്നു, ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ എന്ന്. ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് നമുക്ക് യു ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ, വി ഈക്വൽ ടു കോസ് എക്സ് സൈൻ എച്ച് വൈ. അപ്പൊ ഇത് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കേസ് 1, 2 ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കേസ് 1. when x is equal to 0, x is equal to 0 എന്ന് പറഞ്ഞാൽ ഈ z പ്ലെയിനിലെ y ആക്സിസ് ആണ്. z പ്ലെയിനിലെ y ആക്സിസ്. അപ്പൊ നമ്മുടെ ഈ u is equal to നമുക്ക് എന്ത് കൊടുക്കാം? u is equal to sin x cos hy. അപ്പൊ sin 0 cos hy എന്ന് പറഞ്ഞാൽ എന്താണ്? sin 0 0 ആണ്. അപ്പൊ നമുക്ക് u is equal to 0 എന്ന് കിട്ടും. ഇനി അതുപോലെ v എന്ത് കിട്ടും നോക്കിയേ? cos x sin hy. cos x എന്ന് പറഞ്ഞാൽ എന്താണ്? cos 0 sin hy. cos 0 എന്ന് പറഞ്ഞാൽ 1 into sin hy. അപ്പൊ v is equal to sin hy ആണ്. ഈ sin hy യുടെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഈക്വൽ ടു 1 ആയിരിക്കും. sin hy യുടെ വാല്യൂ ഈസ് ആൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. therefore v എന്നുള്ളത് എന്തായാലും v is equal to less than equal to 1. v എന്നുള്ളത് ലെസ് ദാൻ ഈക്വൽ ടു 1 വരും. അപ്പൊ u equal to 0. u equal to 0 എന്ന് പറയുന്നത് എന്താണ്? y ആക്സിസ്, ഈ v ആക്സിസ് അല്ലെ. u equal to 0 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു v ആക്സിസ് ആണ്. v ആക്സിസ്. ഇനി v equal to sin hy, v ലെസ് ദാൻ ഈക്വൽ ടു 1. v ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ പടം വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കാം. ഇതാണ് നമ്മുടെ ഡബ്ല്യു പ്ലെയിൻ. അപ്പൊ നമ്മളിവിടെ x is equal to 0, അതായത് ഈ y ആക്സിസിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഡബ്ല്യു പ്ലെയിനിൽ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഇതാണ് v. യുടെ വാല്യൂ ഇവിടെ 1 എടുത്താൽ v ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ ഇങ്ങനെയായിരിക്കും. ഇതായിരിക്കും ഡബ്ല്യു പ്ലെയിനിലേക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ. ഡബ്ല്യു പ്ലെയിനിലേക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് v ഈക്വൽ ടു 1 ആണെങ്കിൽ v ലെസ് ദാൻ ഈക്വൽ ടു 1. അപ്പൊ x is equal to 0 y ആക്സിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. അപ്പൊ ആൻസർ എഴുതി വെക്കണം. therefore നമ്മൾ ആൻസർ എങ്ങനെ എഴുതുന്നു? therefore x is equal to 0, y axis in z plane, z plane transformed into v less than equal to 1, in w plane under the transformation w is equal to sin z. അപ്പൊ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ഫസ്റ്റ് കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് കേസ് x is equal to 0 എന്ന് പറഞ്ഞാൽ y ആക്സിസിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ്? u equal to 0, v less than equal to 1. അപ്പൊ നമ്മൾ പടത്തിൽ വരച്ചാൽ ഇങ്ങനെയായിരിക്കും പടം വരുന്നത്. v less than equal to 1. ഇതാണ് നമ്മുടെ x is equal to 0, y axis in the plane transformed into v less than equal to 1, w plane under the w is equal to sin z.
അപ്പൊ കേസ് 1 കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് എന്താ നോക്കാം. രണ്ടാമത്തെ കേസ് x = 0 പകരം y = 0 കൊടുത്തു നോക്കാം. y = 0. y = 0 എന്ന് പറഞ്ഞാൽ എന്താണ്? y = 0. അപ്പൊ ഇവിടെ y = 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് x ആക്സിസ് ആണ്. y = 0 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു x ആക്സിസ് ഇസ് ദ പ്ലെയിൻ, x ആക്സിസ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ u = sin x cos hy അല്ലേ? sin x into cos hy. cos hy എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഇക്വൽ ടു sin cos 0 എന്നാണ് കിട്ടുന്നത്. cos 0 അല്ലെ? cos hy എന്ന് പറഞ്ഞാൽ cos 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ u = sin x എന്നാണ് കിട്ടുന്നത്. sin x u = sin x cos 0. അവർ v സമയത്ത് കിട്ടും. v = cos x sin hy. sin hy എന്ന് പറയുന്നത് sin hy sin 0. therefore നമുക്ക് കിട്ടുന്ന എത്രയാണ്? v = 0 എന്ന് കിട്ടും. അപ്പൊ u = sin x കിട്ടും. അവർ v = 0 എന്ന് കിട്ടും. u = 0 എന്ന് പറയുന്നത് എന്താണ്? u ആക്സിസ് ആണ്. u ആക്സിസ്. u = sin x. ഈ sin x ന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? -1നും +1നും ഇടയ്ക്കായിരിക്കും. നമുക്കറിയാം sin x ന്റെ വാല്യൂ എപ്പോഴും -1നും +1നും ഇടയ്ക്കായിരിക്കും. അപ്പൊ നമ്മളൊരു പടം വരയ്ക്കുകയാണെങ്കിൽ ഈ യു ആക്സിൽ ഇങ്ങനെ പടം വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് -1, ഇതാണ് +1. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും നമുക്ക് W പ്ലെയിനിൽ കാണുന്ന കാഴ്ച. W പ്ലെയിനിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും? -1നും +1നും ഇടയ്ക്ക് കണ്ട ഇതാണ് ആ ഫിഗർ വരുന്നത്. നമ്മുടെ v = 0 എന്ന് പറഞ്ഞാൽ ഇതാണ് v = 0 യു ആക്സിസ്. ഇതാണ് യു ആക്സിസ്. ഇത് യു ആക്സിസ്, ഇത് v ആക്സിസ്. അപ്പൊ ഇവിടെ നമുക്ക് y = 0 x ആക്സിൽ വരുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ് ഇതാണ്. ഇനി മൂന്നാമത്തെ കേസ്, കേസ് 3 when x = c. മൂന്നാമത്തെ കേസ് x = c നോക്കാം. മൂന്നാമത്തെ കേസ് when x = c. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ വരും u = sin c cos hy. v = എന്ത് വരും? cos c sin hy. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന് നോക്കാം. u/sin c = എന്താണ്? cos hy എന്ന് വരും. v/cos c എന്ന് വരും? sin hy എന്ന് വരും. ഇനി ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും എടുക്കാം. രണ്ട് സ്ക്വയർ ചെയ്യുമ്പോൾ u²/sin² c പ്ലസ് v²/cos² c മൈനസ് ചെയ്യാം. 1 - 2. u²/sin² c minus v²/cos² c is equal to നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? cos h²y minus sin h²y. അതായത് u²/sin² c minus v²/cos² c is equal to 1 എന്ന് വരും. അതായത് cos h²y minus sin h²y എന്ന് പറഞ്ഞാൽ അതിന്റെ sin h²y എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എത്രയാണ്? 1 ആണ്. sin h²y എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് u²/sin² c minus v²/cos² c എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. x²/a² minus y²/b² is equal to 1. ഇത് ഏതിന്റെ ഇക്വേഷൻ ആണ്? ഹൈപ്പർബോള. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ട്രാൻസ്ഫോർമേഷൻ, തേർഡ് ട്രാൻസ്ഫോർമേഷൻ when x = c, a straight line in z plane, transformed into a hyperbola in W plane under the transformation W is equal to sin z. Under the transformation W is equal to sin z. അപ്പൊ മൂന്നാമത്തെ കേസ് കഴിഞ്ഞു. ഇനി ഒരു കേസും കൂടി അവശേഷിക്കുന്നുണ്ട്. ലാസ്റ്റ് കേസ് y = c എടുക്കാം. y = c. നാലാമത്തെ കേസ് y = c ആണ്. when y = c. അപ്പൊ u = നമുക്ക് എന്ത് കിട്ടും? u = sin x cos hc. v = cos x sin hc. നേരത്തെ ചെയ്തപോലെ തന്നെ u/sin x is equal to cos hc എന്ന് എഴുതാം. u/sin x is equal to u/cos hc അല്ലേ? ഇങ്ങനെ എഴുതാം. u/cos hc is equal to sin x എന്ന് എഴുതാം. sin x എന്ന് എഴുതാം. അതുപോലെ തന്നെ v/sin hc
ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? കോസ് എക്സ് എഴുതാം. ഇതിന് ഇക്വേഷൻ 1 എടുക്കാം, ഇതിന് ഇക്വേഷൻ 2 എടുക്കാം. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 സ്ക്വയർ ചെയ്യുക, സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ സമയം എത്ര കിട്ടും നോക്കിയേ? യു സ്ക്വയർ ബൈ കോസ് എച്ച് സ്ക്വയർ സി പ്ലസ് വി സ്ക്വയർ ബൈ സൈൻ എച്ച് സ്ക്വയർ സി ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? യു സ്ക്വയർ ബൈ കോസ് എച്ച് സ്ക്വയർ സി പ്ലസ് വി സ്ക്വയർ ബൈ സൈൻ എച്ച് സ്ക്വയർ സി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതെന്താണ്? ഇത് ഈസ് ആൻ എലിപ്സ് ആണ്, എലിപ്സ് അല്ലേ? ദിസ് ഈസ് ആൻ എലിപ്സ്. അപ്പോ നാലാമത്തെ കേസ്, കേസ് 4 അനുസരിച്ച് when y is equal to c in z plane, അതെന്താണ്? y equal to c എന്ന് പറഞ്ഞാൽ a straight line parallel to x axis is transformed into a hyperbola into a ellipse. Hyperbola അല്ല, ellipse in w plane under the transformation w is equal to sin z. അപ്പൊ 4 കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നാലാമത്തെ കേസിൽ നമുക്ക് എന്താ കിട്ടിയത്? ഹൈപ്പർബോളയാണ് കിട്ടിയത്. നാലാമത്തെ കേസിൽ നമുക്ക് എന്താ കിട്ടിയത്? എലിപ്സ് ആണ് കിട്ടിയത്. അങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ട്രാൻസ്ഫോർമേഷനിലെ പ്രോബ്ലംസ് ചെയ്യുക. അപ്പൊ w ഈക്വൽ ടു സൈൻ z വളരെ പ്രധാനപ്പെട്ടതാണ്, പല പ്രാവശ്യം യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ ഇങ്ങനെ ഡിസ്കസ് ട്രാൻസ്ഫോർമേഷൻ w ഈക്വൽ ടു സൈൻ z എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേസ് 1ഉം കേസ് 2ഉം കേസ് 3ഉം കേസ് 4ഉം 4 കേസും എടുത്തെഴുതണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഓരോ കേസ് മാത്രം എടുത്ത് ചോദിക്കാറുണ്ട്. അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ x is equal to c ആവുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ y equal to c ആവുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ x is equal to, അങ്ങനെ ഓരോ കേസ് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരുമിച്ച് ഒറ്റതിൽ ചോദിക്കും. അപ്പൊ കൂടുതൽ മാർക്കുള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യുവും വിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. യുവും വിയും കണ്ടുപിടിച്ചാൽ ആ യുവും വിയും കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൽ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്ത് പഠിക്കുക. എല്ലാം കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കൂ കേട്ടോ. ഓക്കെ, ശരി, ഗുഡ്.